നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസ്സി. പ്രധാന വാർത്തകൾ. എച്ച് സലാം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന സ്മാർട്ട് അംഗനവാടിയുടെ നിർമ്മാണത്തിന് തുടക്കമായി. എച്ച് സലാം എംഎൽഎ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി വയോജനങ്ങളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. SKSSF വലിയകുളം യൂണിറ്റ് സഹചാരി സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും രക്തദാന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലപ്പി ബീച്ച് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 5ാമത് നവാസ് അനുസ്മരണവും ബാബു സ്മരണയും സാംസ്കാരിക സന്ധ്യയും എച്ച് സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ആലപ്പി ബീച്ച് ക്ലബ് പ്രസിഡന്റ് ജി വിഷ്ണു ചടങ്ങിൽ അധ്യക്ഷനായി. ലോക അൽഷിമേഴ്സ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ന്യൂറോ മെഡിസിൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. എച്ച് സലാം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന സ്മാർട്ട് അംഗനവാടിയുടെ നിർമ്മാണത്തിന് തുടക്കമായി. എച്ച് സലാം എംഎൽഎ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. എച്ച് സലാം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന സ്മാർട്ട് അംഗനവാടിയുടെ നിർമ്മാണത്തിന് തുടക്കമായി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 4-ാം വാർഡ് കാക്കാഴം സൗമ്യ ഭവനിൽ ഉണ്ണികൃഷ്ണൻ സൗജന്യമായി വിട്ടു നൽകിയ 3 സെന്റ് സ്ഥലത്താണ് അംഗനവാടി നിർമ്മിക്കുന്നത്. എച്ച് സലാം എംഎൽഎ അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര നോർത്ത്, പുന്നപ്ര സൗത്ത്, ഇവിടെയെല്ലാം നമുക്ക് സ്ഥലമുള്ള എല്ലായിടത്തും നമുക്ക് കൊടുക്കാൻ വേണ്ടി പൊതുവെ കഴിഞ്ഞു. ഇപ്പൊ ഇതിനകം തന്നെ ഒരു പത്തനമായി. ഈ വർഷം നമ്മൾ ബഡ്ജറ്റിൽ കൂടി ഉൾപ്പെടുത്തി ബഡ്ജറ്റിന്റെ ഭാഗമായി തന്നെ 20 ലക്ഷം രൂപ വീതമുള്ള 5 അംഗനവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വർഷം 5 കൂടി പുതിയ അംഗനവാടി നിർമ്മിക്കാൻ നിശ്ചയമായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അതുകൊണ്ട് ഇവിടെ സ്ഥലം നമ്മൾ കണ്ടെത്തിയാൽ ആ സ്ഥലം ലഭ്യമാക്കപ്പെടുന്ന എല്ലാ അംഗനവാടിക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് ലക്ഷ്യം വെക്കാൻ ഒരു കാര്യം ഇപ്പം മണ്ഡലത്തിലെ പൊതുവായ പ്രവർത്തനങ്ങളില് എല്ലാവരും ആവശ്യപ്പെടുന്ന റോഡ് മാത്രമല്ല, അത് ഏറെക്കുറെ കാര്യമായി ചെയ്യുന്നുണ്ട്. ഇവിടെയും ഇനിയിപ്പോ 4-ാം വാർഡിൽ കാര്യം റോഡ് ചെയ്യാനില്ലെന്ന് തോന്നുന്നു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സിയാദ്, അപർണ സുരേഷ്, അംഗങ്ങളായ നിഷ മനോജ്, കെ മനോജ് കുമാർ, സി ശ്രീകുമാർ, വീണ ശ്രീകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി ജി രാജ്കുമാർ, ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സഞ്ജു പി നായർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രമേശൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി വയോജനങ്ങളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. SKSSF വലിയകുളം യൂണിറ്റ് സഹചാരി സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചത്. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി വയോജനങ്ങളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. SKSSF വലിയകുളം യൂണിറ്റ് സഹചാരി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ യൂണിറ്റ് പരിധിയിലുള്ള വയോജനങ്ങളെ അവരവരുടെ വീട്ടിലെത്തിയാണ് പൊന്നാട അണിയിച്ച് ആദരിച്ചത്. മുൻകാലങ്ങളിൽ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടേതായ പങ്കുവഹിക്കുകയും നിലവിൽ വാർദ്ധക്യ സഹജമായ കാരണത്താൽ വീടുകളിൽ കഴിയുന്നവരെയുമാണ് അവരുടെ മുൻകാല സേവനങ്ങൾ പരിഗണിച്ച് സഹചാരി സെന്റർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചത്. ജമായത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് PA ഷിഹാബുദ്ദീൻ മുസ്ലിയാർ, SMF ആലപ്പുഴ മേഖലാ സെക്രട്ടറി AM സൈഫുദ്ദീൻ, SKSSF വലിയകുളം യൂണിറ്റ് പ്രസിഡന്റ് ഹാഫിൾ സൈഫുദ്ദീൻ, സഹചാരി സെന്റർ ചെയർമാൻ കോയ മോൻ, സഹചാരി സെന്റർ ജനറൽ കൺവീനർ M കബീർ, BM ഷറഫുള്ള, ഇക്ബാൽ മുഹമ്മദ്, നജീബ് ഖാൻ എന്നിവർ ആദരിക്കൽ ചടങ്ങിന് നേതൃത്വം നൽകി. ദേശീയ രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും രക്തദാന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശീയ രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും സംസ്ഥാന സന്നദ്ധ രക്തദാന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുന്നപ്ര വാടക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു.
ഭരണഘടനയുടെ പ്രിയപ്പെട്ടി നാം ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഭാഗം. കോളേജ് പ്രിൻസിപ്പൽ റൂബിൻ ബി വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ ഡിവൈഎസ്പി എൻ കെ രാജേഷ്, രക്തദാന സമിതി സംസ്ഥാന പ്രസിഡന്റ് എം മുഹമ്മദ് കോയ, പ്രോഗ്രാം ഓഫീസർ അനൂപൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് തോമസ് വിൽസൺ ക്ലാസ് നയിച്ചു. ആലപ്പി ബീച്ച് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 5ാമത് നവാസ് അനുസ്മരണവും ബാബു സ്മരണയും സാംസ്കാരിക സന്ധ്യയും HSLM MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പി ബീച്ച് ക്ലബ്ബ് പ്രസിഡന്റ് BG വിഷ്ണു ചടങ്ങിൽ അധ്യക്ഷനായി. ആലപ്പി ബീച്ച് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 5ാമത് നവാസ് അനുസ്മരണവും ബാബു സ്മരണയും സാംസ്കാരിക സന്ധ്യയും അമ്പലപ്പുഴ MLA HSLM ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ ABC സംഘടിപ്പിക്കപ്പെടുന്ന ഏത് പരിപാടികളുടെയും നിറഞ്ഞ സാന്നിധ്യമായി രാമോ പകലോ വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്ത് അത് വിജയിപ്പിക്കാൻ മുന്നിൽ നിലകൊണ്ടിരുന്ന ഒരാൾ. നവാസിനെ എപ്പോഴും നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുമായിരുന്നു. ഏതൊരു മനുഷ്യനെ സഹായിക്കുന്ന ഏതൊരു കാര്യം ആലോചിച്ചാലും അതിൻ്റെ മുന്നിൽ വാക്കിലും പ്രവൃത്തിയിലും നവാസ് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നവാസിനെ ഓർമ്മിക്കുന്ന ഒരു വേള എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പൂർണ്ണതയുള്ള മനുഷ്യനെ ഓർമ്മിക്കാൻ കഴിയുന്ന വേദി, ഒരു സഹോദരനെ അങ്ങനെയുള്ള സഹോദരനെ ഓർമ്മിക്കാൻ കഴിയുന്ന വേദിയായി. ആലപ്പുഴ കൊട്ടാരം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആലപ്പി ബീച്ച് ക്ലബ്ബ് പ്രസിഡന്റ് BG വിഷ്ണു അധ്യക്ഷത വഹിച്ചു. ജെ ജോസഫ്, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, CV മനോജ് കുമാർ, കുര്യൻ ജെയിംസ്, CT സോജി, സുജാത് കാസിം, രാജേഷ് ചാത്തനെഴുത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് നിലാമലരെ എന്ന പേരിൽ സംഘടിപ്പിച്ച ഗസൽ സന്ധ്യയ്ക്ക് ഗായകരായ അഫ്സൽ, ബിനോയ്, ഷിജു എന്നിവർ നേതൃത്വം നൽകി. ലോക അൽഷിമേഴ്സ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ന്യൂറോ മെഡിസിൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക അൽഷിമേഴ്സ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ന്യൂറോ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് ലോക അൽഷിമേഴ്സ് ദിനം ആചരിച്ചത്. ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം രോഗം ബാധിച്ച രോഗികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു അവബോധനം ഇന്നത്തെ സമൂഹത്തിൽ വളരെ ആവശ്യമാണ്. കാരണം ഇതിനെ സംബന്ധിക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും കേട്ടുവരുന്നൊരു കാര്യമാണ്. കാരണം ഇതിന്റെ ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത് ഈ പല കാര്യങ്ങളും നമ്മുടെ തലച്ചോറിന്റെ പല ഭാഗങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ മറവി എന്ന് പറയുമ്പോൾ ഒരു രോഗിയുടെ പഴയകാല പല കാര്യങ്ങളും ആ രോഗിക്ക് ഒരുപക്ഷെ ഈ രോഗാവസ്ഥയിൽ പോലും ഓർത്തെടുക്കാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കും. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിറിയം വർക്കി, ഡോക്ടർ CV ഷാജി, ഡോക്ടർ വിധുകുമാർ, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ നിഷ ജേക്കബ്, ഡോക്ടർ പ്രശാന്ത്, ഡോക്ടർ രാകേഷ്, ഡോക്ടർ അപർണ, രക്തദാന സമിതി സംസ്ഥാന പ്രസിഡന്റ് M മുഹമ്മദ് കോയ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ഫാർമസി സൂപ്രണ്ട് ബോബിയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഈഴവ സമുദായം ഏറെ പിന്നിലാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP യോഗം അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് വിന്നിംഗിന്റെയും ആദരിക്കൽ ചടങ്ങിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഈഴവ സമുദായം ഏറെ പിന്നിലാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. SNDP അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഈവനിങ്ങും പ്രതിഭകളെ ആദരിക്കലും ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നന്നായപ്പോൾ നമ്മളെല്ലാം പരസ്പരം കലഹിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സമ്മതിക്കുന്നുണ്ടോ? ആരും സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല? സമ്മതിക്കാത്തതിന്റെ കാരണം ഞാനാണോ? എന്നും ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സംഘടന തകർക്കാനും തളർത്താനും എന്നും വരാറുണ്ട്. ഇതുപോലുള്ള ആളുകൾ വരൂ, അവർ ജനകീയ കോളേജിൽ വരുത്തില്ല.
സുപ്രീം കോടതി തൊട്ട് താഴെ തൊട്ടുള്ള എല്ലാ കോടതികളിലും എത്രയോ കേസ് കൊടുക്കുന്നു. ഇവർക്കുള്ള സമ്പത്ത് ആര് കൊടുക്കുന്നു? ചില ദുഷ്ടശക്തികളിലായ സമ്പന്നന്മാർ, നാമമാത്രമായുള്ളവർ അവരിവിടെ ഫീഡ് ചെയ്തുകൊണ്ട് വലിയ വലിയ വക്കീലന്മാരെ വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാം വളർച്ചയും സംഘടനാപരമായ വളർച്ചയും തളർത്താനും ശ്രമിക്കുമ്പോൾ അതിനെ സിവിൽ സർവീസ് മേഖലയിലടക്കം സമുദായം എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യത്തിൽ ആത്മപരിശോധന നടത്തണം. നമ്മൾ ഒച്ചിൻ്റെ വേഗത്തിൽ പോകുമ്പോൾ മറ്റുള്ളവർ ജെറ്റിൻ്റെ വേഗത്തിലാണ് പോകുന്നത്. ചില ദുഷ്ടശക്തികളായ സമ്പന്നന്മാർ സംഘടനാപരമായ ശക്തിയെ തകർക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ. യോഗത്തിനെതിരെ കോടതികളിൽ പോകാനും മറ്റും ഇവരാണ് സഹായിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. SNDP യോഗം അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് P. ഹരിദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പ്രതിഭകളെ ആദരിച്ചു. MLA മാരായ രമേശ് ചെന്നിത്തല, PP ചിത്തരഞ്ജൻ, H. സലാം, നഗരസഭാധ്യക്ഷ KK ജയമ്മ, ഡെപ്യൂട്ടി കളക്ടർ C. പ്രേംജി, ഡോക്ടർ B. പത്മകുമാർ, R. രുദ്രൻ, പ്രൊഫസർ S. രാമാനന്ദൻ, നഗരസഭാ കൗൺസിലർമാരായ R. വിനീത, മനു ഉപേന്ദ്രൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് B. രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം അമ്പലപ്പുഴ താലൂക്ക് സെക്രട്ടറി KN പ്രേമാനന്ദൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തി. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളുവിന്റെ അധ്യക്ഷതയിലാണ് ജില്ലാതല അവലോകന യോഗം ചേർന്നത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിലെ പദ്ധതികളുടെ ജില്ലാതല അവലോകനവും സർക്കാരിന്റെ 4ാം നൂറുദിന കർമ്മ പരിപാടികളുടെ വിലയിരുത്തലും നടത്തി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളുവിന്റെ നേതൃത്വത്തിൽ MLA മാരെ അടക്കം പങ്കെടുപ്പിച്ചാണ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ അവലോകന യോഗം സംഘടിപ്പിച്ചത്. MLA മാരായ PP ചിത്തരഞ്ജൻ, H. സലാം, MS. അരുൺകുമാർ, ദലീമ ജോജോ, U. പ്രതിഭ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS. ശിവപ്രസാദ്, ADM ആശാ C. എബ്രഹാം, വകുപ്പ് ഡയറക്ടർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ, പട്ടികജാതി പട്ടികവർഗ വികസന ഓഫീസർമാർ, ITDP പ്രോജക്റ്റ് ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മേഖലയിലെ അടിസ്ഥാന വിവരങ്ങളും ഭൂരഹിതർ, ഭവനരഹിതർ, അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ, പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ മൊത്തം വകയിരുത്തലും ചെലവഴിക്കലും, ജില്ലാതല വികസന സാധ്യതകളും പ്രശ്നങ്ങളും എന്നിവ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. H. സലാം MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന സ്മാർട്ട് അംഗനവാടിയുടെ നിർമ്മാണത്തിന് തുടക്കമായി. H. സലാം MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി വയോജനങ്ങളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. SKSSF വലിയകുളം യൂണിറ്റ് സഹചാരി സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും രക്തദാന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലപ്പി ബീച്ച് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 5ാമത് നവാസ് അനുസ്മരണവും ബാബു സ്മരണയും സാംസ്കാരിക സന്ധ്യയും H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പി ബീച്ച് ക്ലബ് പ്രസിഡന്റ് VG വിഷ്ണു ചടങ്ങിൽ അധ്യക്ഷനായി. ലോക അൽഷിമേഴ്സ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ന്യൂറോ മെഡിസിൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.